ജീവനുള്ള ഏകദൈവം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കർത്താവെ അങ്ങയുടെ മുമ്പിൽ ഇവിടെ ഈ കൂട്ടായ്മയിൽ സാക്ഷീകരിക്കുവാൻ കർത്താവ് നിന്ന വൻ കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. 2023 നമ്മൾ ആദ്യമായി ഈ കൂട്ടായ്മയിൽ കടന്നു വരുന്നത്. കൂട്ടായ്മയിൽ കടന്നു വരുന്ന സമയത്ത് തന്നെ ഒരു ലോണിൻ്റെ ഭാരം ഉണ്ടായിരുന്നു, അടച്ചു തീർക്കാൻ പറ്റാതെ. ആ അവസരത്തിൽ തന്നെ ഞാനിവിടെ കൂട്ടായ്മയിൽ പങ്കെടുത്തു. അതിനുശേഷം പേഴ്സണലായിട്ട് നമ്മൾ ബ്രദറിനെ പോയി കാണുകയും ബ്രദർ 3 ദിവസത്തെ ഹീലിംഗ് പ്രയർ പങ്കെടുക്കുവാൻ പറഞ്ഞു. അത് അനുഗ്രഹമായി തീർന്നു. ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ലോൺ ക്ലോസ് ചെയ്യാനും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ റോഡ് സൈഡിൽ തന്നെ ഒരു ഭവനം വാങ്ങുവാൻ, ഒരിക്കലും വിചാരിച്ചതല്ല, ഒരു ഭവനം വാങ്ങുവാനും കർത്താവ് ഇട നൽകി. ഇത്രയും അത്ഭുതം കർത്താവാണ്. ആ വർഷം തന്നെ 23 അത്ഭുതകരമായ രീതിയിൽ കർത്താവ് വഴി നടത്തി. അതുപോലെ തന്നെ 2024 മലയൻകീഴ് മേപ്പൂക്കട പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പ് തുടങ്ങാനായിട്ട് കർത്താവ് ഇട നൽകി, ഹാർഡ്വെയർ ഷോപ്പ്. ഹല്ലേലൂയ. അത് ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു ഇതല്ല, കർത്താവ് അത്രമാത്രം മുൻകൂട്ടി കണ്ടിരുന്നു എന്നറിയുന്നു. അതുപോലെ ബദറിനെ കൊണ്ട് പോയി കാണുവാനും, ബദർ തന്നെ ഫെബ്രുവരി 1-ാം തീയതി വന്ന് ഷോപ്പ് ഓപ്പൺ ചെയ്തു. അത് അനുഗ്രഹമായി തീർന്നു. ഇത്രയും പ്രവർത്തിച്ച എൻ്റെ യേശു കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദി കരയേറ്റുന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച ബദറിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആമേൻ. ഒന്ന് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാവോ? പ്രിയ ബ്രദറിൻ്റെ ഫാമിലിയുടേതായിട്ടുള്ള ഒരു ടെസ്റ്റിമണി ഇപ്രകാരമായിരുന്നു. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ മധ്യത്തിൽ, വളരെയധികം സാമ്പത്തികമായി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത രീതിയിലല്ലേ, വളരെ ബുദ്ധിമുട്ടിലാണ് ദൈവസന്നിധിയിൽ കടന്നു വരുന്നത് ആദ്യമായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവൻ തങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് മാറ്റുക മാത്രമല്ല, ഇന്ന് വളരെ സന്തോഷത്തോടുകൂടെ അവൻ ദൈവദാസൻ നമ്മുടെ മധ്യത്തിൽ ഷെയർ ചെയ്തത് ദൈവം അധികമായി അവൻ വിചാരിച്ചതിനും അപ്പുറമായി നൽകി അനുഗ്രഹിച്ചു എന്ന ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. യെസ്, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ തന്നെയാണ്. വചനം പറയുന്നത് എന്താ? ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതാണ് ദൈവം ചെയ്യുന്നത്. അവരുടെ ആവശ്യം, അവരുടെ പ്രശ്നങ്ങൾ മാറണമെന്നായിരുന്നു. പക്ഷേ അവരുടെ ഹൃദയത്തിൽ പോലും തോന്നാത്തൊരാവശ്യം എൻ്റെ ദൈവം കണ്ട് അവരെ അനുഗ്രഹിക്കുക മാത്രമല്ല വർദ്ധിപ്പിച്ച ഒരു വർഷമായിരുന്നു.